ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് സെപ്റ്റംബർ 18. നമ്മളൊരു പുതിയ വായനയിലേക്ക് കടക്കുകയാണ്, പുതിയ പുസ്തകത്തിലേക്ക് കടക്കുകയാണ്. അത് ദിനവൃത്താന്തം എന്ന പുസ്തകമാണ്. ഈ ദിനവൃത്താന്തത്തിൻ്റെ എബ്രായ തലക്കെട്ട് എന്ന് പറയുന്നത് ഡിബറെ ഹയ്യാമീം എന്നാണ്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: പ്രതിദിനം ഉള്ള സംഭവങ്ങൾ, ദൈനംദിന സംഭവങ്ങൾ എന്നതിന് അർത്ഥമുള്ളൂ. ഇംഗ്ലീഷിൽ നമ്മൾ ഡെയിലി ഡയറി എന്നൊക്കെ പറയുന്ന സംഗതിയാണ്. എന്നാൽ മലയാളത്തിൽ അതിൻ്റെ വിവർത്തനം, പേര് ദിനവൃത്താന്തം. എന്ത് ഭംഗിയുള്ള, വളരെ കൃത്യമായ ഒരു പേര് മലയാളത്തിൽ അത് വന്നത്. ആര് വിവർത്തനം ചെയ്താലും അത് വളരെ നന്നായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ദിനവൃത്താന്തം പുസ്തകം മുമ്പ് ഒറ്റ പുസ്തകമായിരുന്നു. അത് ഈ പുസ്തകങ്ങളുടെയൊക്കെയും പണ്ഡിതന്മാരും ഒക്കെ അതിൻ്റെ ഒരു കാലഘട്ടത്തിൽ അതിനെ 2 പുസ്തകമാക്കി. രാജാക്കന്മാരുടെ പുസ്തകം അങ്ങനെ തന്നെയാണ്. അതൊരൊറ്റ പുസ്തകമായിരുന്നു. അതിനെ 1, 2 എന്ന് 2ആക്കി. അതുപോലെ തന്നെ ദിനവൃത്താന്ത പുസ്തകവും, ഇതിൽ ഇംഗ്ലീഷിൽ അതിൻ്റെ പേര് ക്രോണിക്കിൾസ് എന്നാണ്. അതുപോലെ തന്നെ 1ഉം 2ഉം പുസ്തകങ്ങളാക്കി. 2 സൗകര്യപ്രദമായി വായനയ്ക്കുള്ള സൗകര്യത്തിനായിട്ടായിരിക്കണം. വലിയ പുസ്തകമാക്കി വെക്കാതെ ചെറിയ 2 പുസ്തകങ്ങളാക്കിയതായിരിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ കാലത്തിൻ്റെ ഒക്കെ ചില വ്യത്യാസങ്ങൾ കൊണ്ട് ആയിരിക്കാം. എന്തായാലും 2 പുസ്തകങ്ങളാക്കി എന്നുള്ളത് അത് സത്യമാണ്. ഇതിൻ്റെ എഴുത്തുകാരനെ കുറിച്ച് പറയുന്നത് എസ്രാ പുരോഹിതനാണ് ഇത് എഴുതിയെന്നുള്ളതാണ് യഹൂദ പാരമ്പര്യപ്രകാരം എസ്രാ പുരോഹിതനാണ് ഇത് എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ എസ്രാ പുരോഹിതൻ എഴുതണമെങ്കിൽ അത് 70 വർഷത്തെ പ്രവാസത്തിന് ശേഷം യെരുശലേമിൽ മടങ്ങി വന്നതിന് ശേഷമാണ്. അപ്പോൾ കാലഘട്ടവും വളരെ പ്രധാനമാണ്. അതിന് ഒരു എഴുതിയതിൻ്റെ കാരണം എന്തെന്നുള്ളതിനെ സംബന്ധിച്ച് പറയുമ്പോൾ, ഇനിയുള്ള ജീവിതത്തിൽ അവർക്ക് ആത്മീയമായി, ഇപ്പം രാജാക്കന്മാരുടെ പുസ്തകത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊരു ചരിത്ര പുസ്തകം മാത്രമായി തന്നെ നമുക്ക് കാണാനൊക്കെയുള്ളൂ. ചരിത്ര പുസ്തകം മാത്രമായി തന്നെ. എന്നാൽ ദിനവൃത്താന്ത പുസ്തകം ചരിത്ര പുസ്തകം തന്നെയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ആത്മീയമായ വശമുണ്ട്. അതിൻ്റെ ആത്മീയമായ വശത്തിന് പ്രാധാന്യം കൊടുക്കുകയും അതുപോലെ തന്നെ രാജാക്കന്മാരുടെ പാപങ്ങളെ സംബന്ധിച്ചും പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ 2ഉം ജനത്തിന് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് പുസ്തകത്തിൻ്റെ ലക്ഷ്യം. അത് മുമ്പോട്ടുള്ള പ്രവാസാനന്തരമുള്ള ജനങ്ങൾക്ക് ഒരു ലക്ഷ്യം, അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് ഒരു ലക്ഷ്യമുണ്ടാക്കുവാനും അവരെ ആത്മീയമായി വളർത്തുവാനും. എസ്രാ തന്നെ ഒരു പുരോഹിതനായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാം. അദ്ദേഹം ഈ പുസ്തകം എഴുതുമ്പോൾ കാലഘട്ടമൊക്കെ മാറി. രാജാക്കന്മാരുടെ കാലവും കഴിഞ്ഞു, പിന്നെ പ്രവാസവും കഴിഞ്ഞു. അദ്ദേഹം എഴുതുന്നത് അന്നുള്ള സംഭവങ്ങൾ എന്ന നിലയ്ക്കല്ല എഴുതുന്നത്. അല്ലെങ്കിൽ ആദ്യം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അതിനകത്ത് ദാവീദിൻ്റെ രചനയുണ്ട്. ശലോമോൻ രാജാവിൻ്റെ രചനകളെ അതിനകത്ത് സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ഗാദ് പ്രവാചകൻ, ശമൂവേൽ പ്രവാചകൻ, നാഥാൻ പ്രവാചകൻ, ഇങ്ങനെ പലരുടെയും ചേർത്തിട്ടാണ്. അപ്പോൾ അതുപോലെ പല പുസ്തകങ്ങളായിരുന്നു. നാഥാൻ പ്രവാചകൻ്റെ പുസ്തകം വേറെ ഉണ്ടാകാം, ഗാദ് പ്രവാചകൻ്റെ പുസ്തകം വേറെ ഉണ്ടാകാം. അപ്പോൾ അവരൊക്കെ പുസ്തകങ്ങൾ കൂടെ റെഫർ ചെയ്തുകൊണ്ട് മാത്രമേ ഈ പുസ്തകം അദ്ദേഹത്തിന് എഴുതാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഈ പുസ്തകം എഴുതിപ്പെട്ടതെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. എസ്രാ പുരോഹിതന് ഈ പഴയ പുസ്തകങ്ങൾ, ഒരുപാട് പുസ്തകങ്ങൾ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകവും യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകവും ഒക്കെ ഈ പുസ്തകം എഴുതാൻ അദ്ദേഹത്തെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് ഈ നെഹെമ്യാവ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഒരു പുസ്തകത്തിൻ്റെ ഒരു വലിയ ശേഖരമുണ്ടായിരുന്നു. ഇവർ തമ്മിലും വളരെ പരിചയക്കാരും. അടുത്ത കാലത്ത് രണ്ട് കാലഘട്ടങ്ങളിൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് പിന്നീട് ഈ ആദ്യകാലങ്ങളിൽ ഈ യഹൂദ പണിയപ്പെടുന്നത്, അല്ലെങ്കിൽ യെരുശലേം പണിയപ്പെടുന്നത്, ജനത്തിന് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. 2 പ്രധാനപ്പെട്ട നേതാക്കളാണ് പ്രവാസാനന്തരം യെരുശലേമിൽ വരുമ്പോൾ ജനത്തെ നയിക്കുന്നത്. അപ്പോൾ അവരുടെ തമ്മിലുള്ള ബന്ധം ഈ പുസ്തകം എഴുതാൻ എസ്രാ പുരോഹിതനെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ഇതിൻ്റെ ഒരു പ്രധാന വ്യത്യാസം ഈ ദിനവൃത്താന്ത പുസ്തകവും അതുപോലെ തന്നെ രാജാക്കന്മാരുടെ പുസ്തകം തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എല്ലാ രാജാക്കന്മാരുടെയും, അതായത് ശൗല്, ദാവീദ്, ശലോമോൻ എന്നീ അവിഭക്ത ഇസ്രായേൽ രാജ്യത്തിൻ്റെ രാജാക്കന്മാരുടെ കാലത്തെ സംഭവവും, അതുപോലെ തന്നെ തെക്കേ രാജ്യമായിട്ടും വടക്കേ രാജ്യമായിട്ടും മാറിയ
രണ്ട് രാജ്യങ്ങളിലെയുമുള്ള രാജാക്കന്മാരുടെ മുഴുവൻ ചരിത്രവും രാജാക്കന്മാർ പുസ്തകത്തിൽ കാണാം. എന്നാൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ശൗൽ എന്ന രാജാവിനെ സംബന്ധിച്ചും അത് കഴിഞ്ഞിട്ട് ദാവീദിനെ സംബന്ധിച്ചും അതുപോലെ ശലോമോൻ, പിന്നീട് രഹബയാം മുതൽ സിദക്കിയാവ് വരെയുള്ള യഹൂദ രാജാക്കന്മാരുടെ മാത്രം ചരിത്രവുമാണ് നമ്മൾ കാണുന്നത്. വടക്കേ രാജ്യമായ ഇസ്രായേലിൻ്റെ ചരിത്രം അത് ഒരു ആത്മീക വർധനവിന് ഉതകുന്നതല്ല എന്ന് കരുതി തന്നെ ആയിരിക്കാം അതിനെ വിട്ടുകളഞ്ഞത്. അത് അതിൻ്റെ തുടക്കം മുതൽ തന്നെ ആദ്യത്തെ രാജാവ് യൊരോബെയാമിൻ്റെ കാലം മുതൽ തന്നെ അവർ ദൈവത്തെ വിട്ടുമാറി എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചരിത്രം ഇവിടെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആത്മീക പുരോഗതിക്ക്, ആത്മീക വർധനവിന്, ദൈവജനത്തെ നേരെ നയിക്കുവാൻ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ആ ഒരു ചരിത്രം രേഖപ്പെടുത്താത്തതെന്നാണ് അതും പണ്ഡിതന്മാർ അങ്ങനെയാണ് അതിനെ കരുതുന്നത്. അപ്പോൾ നമുക്ക് പുസ്തകത്തിനകത്തേക്ക് വരുമ്പോൾ ഇന്നത്തെ വായന എന്ന് പറയുന്നത് ദിനവൃത്താന്ത പുസ്തകം ഒന്നാമത്തെ ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിലാണ്. ഈ 1-ാമത്തെ അധ്യായത്തിൽ ആദാം മുതലുള്ള ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ വംശാവലി വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്. അതിൽ ആദാം, ശേത്ത്, ഏനോശ്, കേനാൻ, ഇങ്ങനെ താഴോട്ട് നോഹ, നോഹയുടെ പുത്രന്മാർ, അത് കഴിഞ്ഞ് നോഹയുടെ 3 പുത്രന്മാർ, ആ 3 പുത്രന്മാരിൽ നിന്ന് നമ്മൾ വായിക്കുന്ന സ്ഥലങ്ങൾ, പ്രധാനപ്പെട്ട വലിയ സ്ഥലങ്ങൾ, രാജ്യങ്ങൾ, അതായത് ജാതികൾ, കൂശ്, എത്യോപ്യ, ഈജിപ്റ്റ്, കനാന്, അങ്ങനെയുള്ള രാജ്യങ്ങൾ മാറിപ്പോകുന്നത്. അതായത് ഓരോ മനുഷ്യരുടെ പേരിലാണ് രാജ്യങ്ങൾ അറിയപ്പെട്ടു വന്നത്. പിന്നീട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ നോഹയുടെ 3 മക്കൾ, അവരുടെ തലമുറകൾ, അത് കഴിഞ്ഞ് അബ്രഹാമിൽ അത് എത്തുന്നു. അബ്രഹാമിൻ്റെ പുത്രന്മാർ ഏശാവ്, അത് ഇസ്ഹാക്ക്, അത് കഴിഞ്ഞ് ഏശാവ്, ഇസ്രായേൽ, അതായത് യാക്കോബ്, അവരുടെയൊക്കെയും ചരിത്രം അവിടുന്ന് അതിങ്ങനെ മുന്നോട്ട് വന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചരിത്രത്തെ സംബന്ധിച്ച് മാത്രമാണ് ഇതിൽ പറയുന്നത്. അതിൽ വന്നു നിൽക്കുന്നത് ഇസ്ഹാക്കിൻ്റെ മക്കളുടെ ചരിത്രം വരെയാണ് ഇന്ന് വന്നു നിൽക്കുന്നത്. ഇസ്രായേലിൻ്റെ മക്കൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഏശാവും ചരിത്രം വരെ ആണ് ഇപ്പോൾ വരുന്നത്. ഇനി താഴെ അടുത്ത് 2-ാമത്തെ അധ്യായം, നാളെ നമ്മൾ വായിക്കുന്ന 2-ാമത്തെ അധ്യായത്തിലാണ് ഈ ഇസ്രായേൽ അല്ലെങ്കിൽ യാക്കോബിൻ്റെ ചരിത്രം മുതൽ എഴുതപ്പെടുന്നത്. അത് പക്ഷേ ഇന്നത്തെ നമ്മൾ വായനയിൽ ആദാം മുതൽ ഇസ്ഹാക്കിൻ്റെ മൂത്തപുത്രനായ ഏശാവിൻ്റെ കാലം വരെയുള്ള ഒരു വംശാവലിയാണ് നമ്മളിവിടെ വായിക്കുന്നത്. 2-ാമത്തെ വായനാഭാഗം എസ്കേൽ പ്രവചനം 14-ാം അധ്യായം. ഇവിടെ ഒരു സംഭവമായിട്ട് തന്നെ, ഒരു കാഴ്ചയായിട്ട് തന്നെ, കാഴ്ച ഇൻ ദ സെൻസ് റിയലായിട്ട് സംഭവിക്കുന്ന കാര്യമായിട്ട് തന്നെയാണ് നമ്മളിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, വായിക്കുന്നത്. അത് എസ്കേൽ പ്രവാചകന്റെ മുമ്പിൽ ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലർ വന്നിരിക്കുകയാണ്. അവർ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാട് ചോദിക്കാനാണ് എന്നുള്ളതാണ്. അപ്പോൾ അവർ വന്നിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് എസ്കേൽ പ്രവാചകനോട് പറയുന്നുണ്ട്, ഈ പുരുഷന്മാർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ചിട്ട് തങ്ങളുടെ അകൃത്യഹേതു തങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. എന്നിട്ടാണ് അവർ ദൈവത്തോട് ചോദിക്കാൻ വേണ്ടി നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. ഞാൻ അവർക്ക് ഉത്തരമരുളുകയില്ല. ഇസ്രായേൽ ഗ്രഹത്തിൽ തൻ്റെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ചും തൻ്റെ അകൃത്യഹേതു തൻ്റെ മുന്നിൽ വെച്ചുകൊണ്ടുവരുന്ന ഏവനോടും, പ്രവാചകന്റെ അടുക്കൽ വരുന്ന ഏവനോടും, ഞാൻ തന്നെ ഇസ്രായേൽ ഗ്രഹത്തെ അവരുടെ ഹൃദയത്തിൽ പിടിക്കേണ്ടതിന് അവൻ്റെ വിഗ്രഹങ്ങളുടെ ബാഹുല്യത്തിന് തക്കവണ്ണം ഉത്തരമരുളും. അവർ എല്ലാവരും തങ്ങളുടെ വിഗ്രഹങ്ങൾ നിമിത്തം എന്നെ വിട്ടകന്നിരിക്കുന്നുവല്ലോ എന്നാണ് വായിക്കുന്നത്. എന്നെ വിട്ടകന്ന് തൻ്റെ ഹൃദയത്തിൽ വിഗ്രഹങ്ങളെ സ്മരിച്ചും തൻ്റെ അകൃത്യഹേതു മുന്നിൽ വെച്ചുകൊണ്ട് പ്രവാചകന്റെ അടുക്കൽ അരുളപ്പാട് ചോദിക്കാൻ വരുന്ന ഏവനോടും ഞാൻ തന്നെ അത് വീണ്ടും വീണ്ടും പറയുന്നുണ്ടത്, ഞാൻ തന്നെ ഉത്തരമരുളും. നിങ്ങൾ അവിടെ ദൈവം പറയുന്നത്, നിങ്ങൾ അനുതപിച്ച് നിങ്ങളുടെ വിഗ്രഹങ്ങളെ വിട്ട് തിരുവിൻ. അത് പറയാനാണ് എസ്കേൽ പ്രവാചകനോട് പറയുന്നത്. നിങ്ങളുടെ മുഖം തിരിച്ച് നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക. ഇതാണ് ദൈവം അവിടെ പറയുന്ന കാര്യം. എന്നിട്ട് അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ, അവർ എനിക്ക് ജനവും ഞാൻ അവർക്ക് ദൈവവും ആയിരിക്കേണ്ടതിന് അവർ തങ്ങളുടെ അകൃത്യം വഹിക്കും. ഈ അകൃത്യം
ഈ അധ്യായത്തിൻ്റെ പ്രത്യേകത നമ്മൾ അവസാനം വരെ വായിക്കുമ്പോൾ, അകൃത്യം ചെയ്യുന്നവൻ ആ അകൃത്യത്താൽ പിടിക്കപ്പെടും, അകൃത്യം ചെയ്യുന്നവൻ അകൃത്യത്താൽ നശിക്കും, അകൃത്യത്താൽ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് വായിക്കുന്നത്. അത് കൃത്യമായി തന്നെ ഒരു പറയുന്നൊരു അധ്യായമാണ് ഈ 14-ാം അധ്യായം. ചോദിക്കുന്നവൻ്റെ അകൃത്യവും പ്രവാചകൻ്റെ അകൃത്യവും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ ചോദിക്കുന്നവൻ അകൃത്യം ചെയ്തിട്ടുള്ളവനാണെങ്കിലും പ്രവാചകനാണ് അകൃത്യം ചെയ്തതെങ്കിലും പ്രവാചകൻ്റെ അടുത്ത് വരുന്നവന് പ്രവാചകന് ദൈവത്തിൻ്റെ അരുളപ്പാടുള്ള സ്വന്തം അരുളപ്പാട് വേണമെങ്കിൽ പറയാം, അവനും ശിക്ഷിക്കപ്പെടും. ഈ പ്രവാചകൻ, ഈ ജനം, തെറ്റി നിൽക്കുന്ന ജനം, ദൈവത്തെ വിട്ടകന്നിരിക്കുന്ന പ്രവാചകനോട് വന്ന് ചോദിക്കുന്നതെങ്കിൽ, ആ ദൈവത്തെ അകത്താണ് പ്രവാചകൻ നിൽക്കുന്നതെങ്കിൽ ആ ചോദിക്കുന്നവനും പ്രവാചകനും ജനവും എല്ലാം ഒരുപോലെ ഛേദിക്കപ്പെടും, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുമെന്നുള്ളതാണ്. അതിൻ്റെ 2-ാമത്തെ പാരഗ്രാഫ് 12-ാമത്തെ വാക്യം മുതലുള്ള ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് 4 ക്ഷാമങ്ങളെ സംബന്ധിച്ച്. അത് നിരന്തരം നമുക്ക് പലയിടത്തും വായിക്കുമ്പോൾ മനസ്സിലാകുന്ന, ദൈവം അയക്കുന്ന 4 ക്ഷാമങ്ങളല്ല, 4 ന്യായവിധികൾ. 4 ന്യായവിധികൾ. 1-ാമത്തെ ന്യായവിധിയാണ് ക്ഷാമം, 2-ാമത്തെ ന്യായവിധിയാണ് ദുഷ്ടമൃഗങ്ങൾ, 3-ാമതൊരു ന്യായവിധിയാണ് വാൾ, അതായത് യുദ്ധം, 4-ാമത്തെ ന്യായവിധിയാണ് മഹാമാരി, അതായത് രോഗം. ഇതെല്ലാം നമ്മൾ ഈ പുസ്തകത്തിൽ പല ഘട്ടങ്ങൾ, ക്ഷാമം വരുന്നത് കണ്ടിട്ടുണ്ട്, ദുഷ്ടമൃഗങ്ങൾ വന്ന് കടിച്ചു കയറി പോകുന്നത് കണ്ടിട്ടുണ്ട്, അതുപോലെ യുദ്ധത്തിൻ്റെ ശിക്ഷ ഇവർക്ക് അയക്കുന്നുണ്ട്, രോഗങ്ങളുടെ, മഹാമാരിയുടെ ശിക്ഷ, ജനത്തിലൊരു വലിയൊരു പങ്ക് വെറുതെ ഇരുന്ന് മരിച്ചു പോകുന്നത്, രോഗം വന്ന് മരിച്ചു പോകുന്നത് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 4 ന്യായവിധികൾ, ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് വരുന്ന ദൈവത്തിൻ്റെ 4 ന്യായവിധികൾ. ഓരോ ന്യായവിധി പറയുമ്പോഴും, ക്ഷാമം എന്ന ന്യായവിധി പറയുമ്പോൾ അവിടെ പറയുന്നത്, ആ കൂട്ടത്തിൽ നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നീ 3 പുരുഷന്മാർ ഉണ്ടായിരുന്നാലും ജനത്തിന് ഗുണമൊന്നുമില്ല, അവരവരുടെ ജീവൻ മാത്രമേ രക്ഷിക്കുകയുള്ളൂ. ബാക്കി ആൾക്കാർ ആരൊക്കെ ദോഷകരമായി, ഇത് ദൈവം അയക്കുന്ന ക്ഷാമം, ഈ ക്ഷാമം നാശത്തിനായിട്ടുള്ളതാണ്, ശിക്ഷയായിട്ട് വരുന്ന ക്ഷാമമാണ്, അല്ലാതെ സാധാരണ വരുന്ന ഒരു ക്ഷാമമല്ല. ദൈവം ജനത്തിന് ശിക്ഷയായിട്ട് അയക്കുന്ന ക്ഷാമത്തിൽ, അതിൽ ക്ഷാമം വരുമ്പോൾ നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നിവർ ക്ഷാമത്തിൽ നശിക്കുകയില്ല. അകൃത്യത്തിൽ പെട്ടവൻ മാത്രമേ ആ ക്ഷാമത്തിൽ നശിക്കുകയുള്ളൂ. അവിടെ നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്ന പുരുഷന്മാർ ഉണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ. അപ്പോൾ ഈ 3 പേരെ കുറിച്ച് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇവർ മാത്രമാണ് പ്രിയപ്പെട്ടവർ എന്നുള്ള അർത്ഥത്തിലേക്ക് പോകണ്ട. അങ്ങനെ പേരെഴുതിയാൽ ഒരുപാട് പേരുടെ പേരെഴുതേണ്ടി വരും. ദൈവം ഇവിടെ ഈ 3 പേരുടെ പേര് മാത്രമേ ഇവിടെ എഴുതി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇവരെ ദൈവത്തിന് പ്രിയമായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ദുഷ്ടമൃഗങ്ങൾ ദേശത്ത് വരുമ്പോഴും അവിടെയും പറയുന്നുണ്ട്, ഈ 3 പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും എന്നാണ്, ദൈവം ദൈവത്തെ കൊണ്ട് ആണയിടുകയാണ്, എന്നാണ് ബാക്കി പുത്രന്മാരെയോ ജനത്തിനും ദേശത്തിനെയോ ഒന്നും രക്ഷിക്കപ്പെടാൻ അത് ഇടയാകത്തില്ല, അവരവരുടെ ജീവൻ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്നാണ്. പിന്നെ യുദ്ധം വരുമ്പോഴും ഈ 3 പുരുഷന്മാർ, നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നീ 3 പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും അവരവരുടെ ജീവൻ മാത്രമേ രക്ഷിക്കാൻ പെടുകയുള്ളൂ എന്ന് യഹോവ കർത്താവിൻ്റെ അരുളപ്പാട്. ശേഷം പറയുന്നത് മഹാമാരിയെ സംബന്ധിച്ചാണ്. മഹാമാരി വന്നാലും അതിൽ പറഞ്ഞിരിക്കുന്നത്, ആ ദേശത്ത് മഹാമാരി അയച്ച് അതിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ച് കളവാൻ തക്കവണ്ണം എൻ്റെ ക്രോധം രക്തരൂപേണ അതിന്മേൽ പകർന്നാൽ നോഹയും ദാനിയേലും ഇയ്യോബും അതിലുണ്ടായിരുന്നാലും എന്നാണ് അവർ പുത്രനെയോ പുത്രിയെയോ രക്ഷിക്കാതെ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്നാണ്. അപ്പം വീണ്ടും അടുത്തായിട്ട്, ഞാൻ യെരൂശലേമിൽ നിന്നും മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ച് കളയേണ്ടതിന് വാള്, ക്ഷാമം, ദുഷ്ടമൃഗം, മഹാമാരി എന്നിങ്ങനെ അനർത്ഥകരമായ ന്യായവിധികൾ 4 കൂടെ അയച്ചാലോ, ഒന്നിനു പുറകെ ഒന്നായിട്ട് അത് വന്നിട്ടുണ്ട്. എന്നാൽ പുറപ്പെട്ടു പോരുവാനുള്ള പുത്രന്മാരും പുത്രിമാരുമായ ഒരു രക്ഷിതഗണം അതിൽ ശേഷിച്ചിരിക്കും. അപ്പോൾ ഏത് കാലഘട്ടത്തിലും ദൈവത്തെ അന്വേഷിക്കുന്ന കുറച്ച് ആൾക്കാർ അതിനകത്തുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ, ഇപ്പോൾ വടക്കേ രാജ്യമായ ഇസ്രായേലിൽ നോക്കുമ്പോൾ അത് പൂർണ്ണമായും നശിച്ചിരിക്കുന്നതായിട്ടും പൂർണ്ണമായും ദൈവത്തെ വിട്ടകന്നിരിക്കുന്നതായിരിക്കും. ശമരിയ എന്നത് ഏറ്റവും ദുഷ്ടത നിറഞ്ഞൊരു സ്ഥലമായിട്ടും ഒട്ടും ദൈവത്തിൻ്റെ ഒരു ജനത്തെ പോലും കാണാൻ സാധ്യതയില്ലായിട്ടും പുറത്തു നോക്കും നോക്കാം. എന്നാൽ അതിൽ നിന്ന് ഒരു ശേഷിപ്പ്, രക്ഷിക്കപ്പെടുവാനുള്ള ഒരു ഗണം, അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ചെറിയ സമൂഹം അവിടെ ഉണ്ടായിരിക്കുന്നു എന്നാണ്. അല്ലാതെ ദൈവം അവിടെ നിന്ന് ആരെയും വിടുവിക്കില്ലല്ലോ. അവിടെ പറയുന്നത്, എന്നാൽ പുറപ്പെട്ടു പോരുവാനുള്ള പുത്രന്മാരും പുത്രിമാരുമായ ഒരു രക്ഷിതഗണം അതിൽ ശേഷിച്ചിരിക്കുമെന്നാണ്. അവർ പുറപ്പെട്ട് നിങ്ങളുടെ അടുക്കൽ വരും. നിങ്ങൾ അവരുടെ നടപ്പും പ്രവൃത്തികളും കണ്ട് ഞാൻ യെരൂശലേമിൽ വരുത്തിയ അനർത്ഥവും അതിന് വരുത്തിയ സകലവും ചൊല്ലി ആശ്വാസം പ്രാപിക്കും.
നിങ്ങൾ അവരുടെ നടപ്പും പ്രവൃത്തികളും കാണുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസമായിരിക്കും. ഞാൻ അതിൽ ചെയ്തിരിക്കുന്നതൊക്കെയും വെറുതെ അല്ല ചെയ്തതെന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അങ്ങനെയാണ് ആ അധ്യായം അവസാനിക്കുന്നത്. ഇവിടെ കൃത്യമായി ദൈവം പറയുന്നത്, ദൈവത്തെ അന്വേഷിച്ച് നീതിമാർഗത്തിൽ നടക്കുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ, ബാക്കിയുള്ളവരെല്ലാവരും ഛേദിക്കപ്പെടുമെന്നാണ്. അതിൽ നമ്മുടെ അപ്പൻ ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ടും, അപ്പൻ വിശ്വാസത്തിൽ വളരെ നിന്നെന്ന് പറഞ്ഞിട്ടും, അമ്മ വലിയ വിശ്വാസത്തിൽ നിന്ന് പറഞ്ഞ് എൻ്റെ മുത്തച്ഛൻ നല്ല വിശ്വാസിയായിരുന്നു, ആ മുത്തച്ഛൻ്റെ ചെറുമകനാണ് ഞാൻ എന്ന് പറഞ്ഞാലൊന്നും ഇവിടെ കാര്യമില്ല. ആ മുത്തച്ഛനായാലും അപ്പനായാലും അമ്മയായാലും അവരവരവരുടെ ജീവൻ മാത്രമേ രക്ഷിക്കുകയുള്ളൂ. മക്കളായാലും കൊച്ചുമക്കളായാലും എത്ര സ്നേഹമുള്ള ആളുകളായാലും ദൈവത്തിനെ നോക്കുമ്പോൾ അവരെല്ലാവരും വ്യക്തിപരമായ വ്യക്തികൾ തന്നെയാണ്. നമുക്കാണ് മകനും മകളും അപ്പനും അമ്മയും സഹോദരനും സഹോദരിയും ഒക്കെ. ദൈവത്തിന് ഓരോരുത്തരും വ്യക്തിപരമായ ദൈവത്തിൻ്റെ മക്കളാണ്. വ്യക്തിപരമായ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ ഭക്തന്മാരാണ്, ദൈവത്തിൻ്റെ വിശ്വാസികളാണ്, ദൈവത്തിൻ്റെ ജനമാണ്. അപ്പം അതുകൊണ്ട് ആ ബന്ധങ്ങളും ഒക്കെ എത്ര വലിയ വിശ്വാസവീരന്മാർ നമ്മുടെ കുടുംബത്തുണ്ടായാലും അതൊന്നും നമുക്ക് ഗുണകരമാകത്തില്ല. മറിച്ച് നമ്മുടെ വ്യക്തിപരമായ ജീവിതം എങ്ങനെയാണോ ദൈവത്തിൻ്റെ സന്നിധിയിൽ, അത് മാത്രമേ അവരവരുടെ ജീവൻ രക്ഷിക്കുകയുള്ളൂ, അവരവരുടെ നിത്യജീവന് അത് മുതൽക്കൂട്ടാവുകയുള്ളൂ എന്ന് കൃത്യമായി തന്നെ വിളിച്ചു പറയുന്ന ഒരു അധ്യായമാണ് യെഹെസ്കേൽ പ്രവചനം 14-ാം അധ്യായം. മൂന്നാമത്തെ വായനാ ഭാഗമായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്ന്. കർത്താവ് മുമ്പ് ശിഷ്യന്മാരെ ഇരണ്ടായി അയച്ചതുപോലെ ഇന്ന് വേറെ 70 പേരെ തിരഞ്ഞെടുത്ത് അവരെ ഇരണ്ടായിട്ട് ഓരോ പ്രദേശത്തിലേക്കും പറഞ്ഞയച്ചു. ഈ അയക്കുന്ന പ്രദേശത്തെ സംബന്ധിച്ച് ഒരു കാര്യം ഇവിടെ പറയുന്നത്, ക്രിസ്തുവിന് തുടർന്ന് ചെല്ലാനുള്ള സ്ഥലങ്ങളാണ് അവയൊക്കെ എന്നാണ്. അവരെ തനിക്ക് മുമ്പായി അയച്ചു എന്നാണ്. അപ്പോൾ താൻ അവിടെ ശുശ്രൂഷയ്ക്കായിട്ട് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഈ 35 പേരുടെ ടീമിനെ 35 സ്ഥലങ്ങളിലേക്ക് അയക്കുന്നത്. അവിടെ പറയുന്നത്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരെ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് തൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിക്കും. കൊയ്ത്തം ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യരെ വിശ്വാസത്തിലേക്ക് വരുന്നതിനെ സംബന്ധിച്ചാണ്. ഇപ്പോൾ ഇവിടെ 70 പേര് ആണ് ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ 70 ശിഷ്യന്മാർ 12 പേര് യേശുക്രിസ്തുവും. ഇനിയും കൂടുതൽ ആൾക്കാർ ആവശ്യമുണ്ട്. അപ്പോൾ കൊയ്ത്ത് വളരെയുണ്ട്, ഒരുപാട് പേർ വിശ്വാസത്തിലേക്ക് വരേണ്ടതുണ്ട്. 100 കണക്കിന് 10,000 കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഭൂമിയിൽ ആ പ്രദേശത്തും ചുറ്റുമുള്ള സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ലോകത്താകമാനം ഉണ്ട്. അത് ഒരിക്കലും കുറയുന്നില്ല. കാരണം പുതിയ പുതിയ തലമുറകളാണ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തലമുറയിൽ തന്നെയാണെങ്കിൽ പറഞ്ഞു തീർക്കാൻ കഴിയും, പക്ഷേ അത് തീരത്തില്ല. കാരണം അവിടുന്ന് പുതിയ തലമുറ ഉണ്ടാകുകയാണ്. അതുകൊണ്ട് ഒരിക്കലും ഇത് പറഞ്ഞു തീരത്തില്ല. അപ്പോൾ അവിടെ പറയുന്നത്, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ബോധ്യം നിങ്ങൾക്ക് വേണം. എല്ലായിടത്തും ചെന്നാൽ എല്ലാം സൗഖ്യമായിരിക്കും, എല്ലാം സുമുഖമായിരിക്കും ആളുകൾ എന്നൊന്നും ചിന്തിക്കരുത്. ഒരുപാട് എതിർപ്പുകളുടെ ഇടയിലേക്കാണ്, ചതിയുടെയും വഞ്ചനയുടെയും ലോകത്തേക്കാണ്. അവർ വിശ്വസിച്ചില്ലെങ്കിൽ വിശ്വസിച്ചില്ല എന്നുള്ളതല്ല, മറിച്ച് അവർ ഈ പോകുന്നവരോട് പ്രതികാരം വെച്ച് പ്രവർത്തിച്ചു തുടങ്ങിയാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടാകും. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. എല്ലാം ചേർത്തിട്ടാണ് ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ് ഞാൻ അയക്കുന്നതെന്ന് പറയുന്നുണ്ട്. എവിടെ ചെന്നാലും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയണം. അതാണ് പ്രധാന ജോലി. ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നതെന്ന് അവരോട് പറയുക. ചിലർ കൈക്കൊള്ളും, ചിലർ കൈക്കൊള്ളില്ല. കൈക്കൊള്ളാത്തവരെ സംബന്ധിച്ചിടത്തോളം കാലിലെ പറ്റിയ പൊടി ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞിച്ച് പോകുന്നു എന്നത് പറഞ്ഞിട്ട് പോരാനാണ് പറയുന്നത്. കോരസീനെക്കുറിച്ച്, ബത്സയിദയെക്കുറിച്ച്, സോരിലും സീതോനിലും പണ്ട് നടന്നത് നിങ്ങളിൽ നടന്നിരുന്നെങ്കിൽ അവർ എന്നേ മാനസാന്തരപ്പെട്ടേനെ എന്നാണ് പറയുന്നത്. അപ്പം ന്യായവിധി ദിവസത്തിൽ നിങ്ങൾക്ക് സോരനും സീതോനും സംഭവിച്ചതിനേക്കാൾ വലുത് നിങ്ങൾക്ക് സംഭവിക്കും. നമുക്ക് കഫർനഹൂമിനെക്കുറിച്ചും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പിന്നീട് 70 പേര് സന്തോഷത്തോടെ മടങ്ങി വന്നിട്ട് പറഞ്ഞു, അപ്പം ആരുടെയും വേല പാഴായില്ല. വന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുന്നതിലല്ല, നിങ്ങളെപ്പോൾ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രയും സന്തോഷിപ്പിൻ. ഭൂതം
നിങ്ങൾ കീഴടങ്ങിയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ രോഗസൗഖ്യം കൊടുക്കും എന്നുള്ളതൊക്കെ സംഭവിക്കും. അത് ഈ ഒരു കാലഘട്ടത്തിലേ ഉള്ളൂ. പക്ഷേ സ്ഥിരമായി നിൽക്കാൻ നിങ്ങൾക്ക് ആവശ്യമായ ഒരു കാര്യത്തിലേക്ക് അതിന് ഉറപ്പിക്കണം. അതാണ് നിങ്ങളുടെ ഉറപ്പാക്കേണ്ടത്. നിങ്ങളുടെ സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നത് മാഞ്ഞു പോകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പറയാണ്, പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, അങ്ങ് ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. എൻ്റെ പിതാവ് സകലവും എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പിതാവ് ഇന്നവനെന്ന് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും അറിയുന്നില്ല. എന്നിട്ട് ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്. നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ടും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നതിനെ കേൾപ്പാൻ ഇച്ഛിച്ചിട്ടും കേട്ടില്ല. അപ്പോൾ യേശുക്രിസ്തുവിനെ കാണാൻ ആഗ്രഹിച്ചവരും യേശുക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിച്ചവരും ദാവീദ് ഉൾപ്പെടെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ മെശിഹയെ സംബന്ധിച്ച് അവർക്കൊക്കെ അറിവ്. അപ്പോൾ ഈ കാലത്താണോ മെശിഹ വരുന്നത്, എൻ്റെ ജീവകാലത്തിന് മുമ്പ് മെശിഹ വരുമോ എന്നൊക്കെയുള്ള ചിന്തകളാൽ ജീവിച്ചിരുന്ന ഒരുപാട് പേരുണ്ട്. അവരെക്കുറിച്ചാണ്. പക്ഷേ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴാണ് ഇതിനുള്ള ഭാഗ്യം, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്കാണ് ഈ ഭാഗ്യമുണ്ടായത്. നിങ്ങൾ കാണുന്നത്, എന്നെ കാണുന്നത് പോലെ കാണാൻ ആഗ്രഹിച്ചവർക്ക് അത് കാണാൻ കഴിഞ്ഞില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചവർക്ക് അത് കേൾക്കാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ, നിങ്ങളുടെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് എന്നെ അയക്കാൻ ദൈവത്തിന് തോന്നിയത് എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് ഒരു ന്യായശാസ്ത്രി വന്ന്, ഗുരു, നിത്യജീവൻ അവകാശിയായി തീരുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. നീ എങ്ങനെയാണ് വായിക്കുന്നത് ന്യായപ്രമാണത്തിൽ നിന്നും ചോദിക്കുന്നു. അമ്പരം നിന്ദയമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്നുത്തരം പറഞ്ഞു. അപ്പം ന്യായപ്രമാണത്തിൽ നിന്ന് നീ ചോദിച്ച നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്ത് വഴിയാണ് ദൈവം വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ന്യായപ്രമാണത്തിൽ നിന്ന് തന്നെ ഉത്തരം പറഞ്ഞു. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ദൈവത്തെ സ്നേഹിക്കുന്നതിനെ സംബന്ധിച്ചും തൻ്റെ അയൽവക്കക്കാരനെയും കൂട്ടുകാരനെ സ്നേഹിക്കുന്നതിനെ സംബന്ധിച്ചുള്ള രണ്ട് കാര്യങ്ങൾ അടുക്കടുക്കായിട്ട് പറഞ്ഞു. ശരി, നീ പറഞ്ഞത് ശരി തന്നെ, അങ്ങനെ പോയി ചെയ്യൂ എന്ന് പറഞ്ഞു. എന്നാൽ നീ ജീവിക്കും. എന്നിട്ട് പറഞ്ഞു, അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട് എൻ്റെ കൂട്ടുകാരൻ ആരെന്ന് ചോദിച്ചു. അപ്പോൾ അതിന് ക്രിസ്തു പറയുന്നൊരു ഉപമയാണ് ഒരു ശമരിയാക്കാരൻ എന്ന് പറഞ്ഞാൽ വിശ്വാസിയല്ല, ഒരു ശമരിയ എന്ന ദേശത്ത് പണ്ട് ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിരുന്ന സ്ഥലം, വടക്കേ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ സ്ഥലം, അവരെല്ലാം നികൃഷ്ടന്മാരായിട്ടാണ് ഈ യഹൂദന്മാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരോട് അത് വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഒരു ശമരിയാക്കാരൻ അത് ശമരിയാക്കാരൻ എന്ന് അവർ പറയുന്നില്ല. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോയിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു. അവനെ അവർ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിക്കപ്പെട്ടു. അവിടെ ഒരു പുരോഹിതൻ അവനെ അതുവഴി വന്നു. അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ഒരു ലേവ്യൻ അതിലേക്കൂടെ വന്നു. അവനെയും കണ്ടിട്ട് കാര്യം കടന്നുപോയി. പിന്നെ വന്ന ഒരു ശമരിയാക്കാരനാണ്. ആ ശമരിയാക്കാരൻ അതിലേ പോകും. അപ്പം ശമരിയാക്കാരൻ ഇവരെ സംബന്ധിച്ചോളം നികൃഷ്ടനാണ്, കൊള്ളരുതാത്തവനാണ്, ദൈവത്തെ ഇല്ലാത്തവനാണ്. എന്നാൽ അവിടെ പുരോഹിതനുണ്ട്, ലേവ്യനുണ്ട്, വലിയ കേമത്വം പറയുകയും ചിന്തിക്കുകയും സ്വയം തന്നെ വിചാരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ. എന്നാൽ അതിലേ വന്നിട്ട് ശമരിയാക്കാരനാണ്. അയാളെ കണ്ടിട്ട് മനസ്സലിഞ്ഞിട്ട് എണ്ണയും വീഞ്ഞും ഒക്കെ പറന്ന് മുറിവുകളൊക്കെ കെട്ടി വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി. അയാൾ യാത്ര പോവുകയായിരുന്നല്ലോ. അപ്പോൾ യാത്ര പുറപ്പെട്ടു പോകുന്ന അവിടെ 2 വെള്ളിക്കാശും കൊടുത്തിട്ട് വഴിയമ്പലക്കാരന് കൊടുത്ത്, ഇവനെ രക്ഷ ചെയ്യണം, ഞാൻ തിരിച്ചു വരുമ്പം അധികം വല്ലതും ചിലവിട്ടാൽ ഞാൻ തന്നോളാം എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അപ്പം കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് ചോദിക്കുന്നുണ്ട് ക്രിസ്തു. അപ്പം അവനോട് കരുണ കാണിച്ചവനെന്ന് ഈ ന്യായശാസ്ത്രി മറുപടി പറയുന്നുണ്ട്. അപ്പം ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം, അയൽവക്കക്കാരനെ സ്നേഹിക്കണം എന്ന് പറയുന്നിടത്തു നിന്നാണ് വീണ്ടും ഒരു ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുത്തരം ന്യായശാസ്ത്രി പറയുകയും ചെയ്തു. അപ്പോൾ ക്രിസ്തു പറഞ്ഞു, അതാണ്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ പ്രവൃത്തിയിൽ സ്നേഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല, സ്നേഹത്തിൻ്റെ പ്രവൃത്തി പുറത്തേക്ക് പുറപ്പെട്ടു വരണം. അത് പ്രവർത്തിക്കുമ്പോൾ അവന് സ്നേഹമുണ്ട് എന്നുള്ളത് പുറത്തറിയാനൊക്കെ ഉള്ളൂ. അപ്പോൾ പ്രവൃത്തിയിലൂടെയാണ് ഏത് കൽപ്പനയും അത് അനുസരിക്കുന്നത്, പ്രവൃത്തിയിലൂടെയാണ്. ഒന്നുകിൽ വർത്തമാനത്തിലൂടെ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏത് അവയവങ്ങളിലൂടെയുള്ളയും പ്രവൃത്തിയിലൂടെയാണ് അതെല്ലാം വെളിപ്പെടുന്നത്. പിന്നെ മുമ്പോട്ട് നമ്മൾ മാർത്തയും മറിയയും ഒക്കെ അവർ
വർത്തമാനം കേട്ട് കാൽക്കലിരുന്ന് ചെയ്യുന്ന മറിയയും, മാർത്തയാണെങ്കിൽ കർത്താവിന് ആഹാരമുണ്ടാക്കുന്ന വലിയ തിരക്കിലുമൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറയുന്നുണ്ട് കർത്താവിനോ യേശു ക്രിസ്തുവിനോട് മാർത്ത. യേശു പറയുന്ന മറുപടി, മാർത്തയെ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയും ഇരിക്കുന്നു, എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തരും. മറിയാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ കാൽക്കലിരുന്ന് യേശു ക്രിസ്തു പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് അവളോട് ആരും അപഹരിക്കുകയില്ല. അപ്പം ഇതൊന്നും വേണ്ട എന്നല്ല, മറിച്ച് അതിനെ സംബന്ധിച്ചുള്ള വ്യാകുലത ആവശ്യമില്ല. അല്ലെങ്കിൽ ഞാനിതെല്ലാം ചെയ്യുന്നു അവളിതൊന്നും ചെയ്യുന്നില്ല, അതൊന്നും അങ്ങനെയല്ലല്ലോ. ഞാൻ ചെയ്യേണ്ടത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ചെയ്യേണ്ടതേ ചെയ്യുന്നുള്ളൂ, ഞാൻ ചെയ്യുന്നതിൽ അധികമായി ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതായിരിക്കണം ദൈവത്തിൻ്റെ കാര്യത്തിലൊക്കെ ഉള്ളൂ. ഞാൻ ചെയ്യേണ്ടത് പോലും നേരെ ചെയ്യുന്നില്ല എന്നുള്ളതായിരിക്കണം നമ്മുടെ മനോഭാവം. ഞാൻ ഏതാണ്ടൊക്കെ ചെയ്യുന്നു, അവനത് ചെയ്യുന്നില്ല. അതായത് ഒരു വീട്ടിൽ ക്രിസ്തുവിന് വേണ്ടി ആഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യേണ്ടതാണ് ചെയ്യുന്നത് എന്ന ചിന്തയോടെ ചെയ്യുകയല്ലാതെ ആ മറിയ ഇതിനെ സഹായിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ചിന്തയിലും ഭാരപ്പെട്ടും കാര്യങ്ങൾ അങ്ങനെ ഭാരപ്പെട്ട് ചെയ്യേണ്ടതല്ല. പൂർണ്ണ സന്തോഷത്തോടെയും പൂർണ്ണ മനസ്സോടെയും തൃപ്തിയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അവിടെ മറിയ വന്നില്ല എന്ന് പറഞ്ഞിട്ട് പരിതപിക്കുകയും ശകാരിക്കുകയും ഒന്നും ചെയ്യുകയല്ല വേണ്ടത്. മറിച്ച് പക്ഷെ മറിയ എന്താ ചെയ്യുന്നത്? മറിയ അവിടെ ഇരുന്ന് യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പുസ്തകത്തിൽ നിന്ന് അല്ലെങ്കിൽ ന്യായപ്രമാണ പുസ്തകത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയും വേണ്ടത് തന്നെ. പക്ഷേ ക്രിസ്തു പറയുന്ന പോലെ മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, ഇതോടുകൂടെ സകലവും നിങ്ങൾക്ക് കിട്ടും. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കെല്ലാവർക്കും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഇവിടെ ഈ മാർത്തയെ പോലെ വിചാരപ്പെട്ടും മനം കലങ്ങിയും ഭാരപ്പെട്ടും ഭാവിയെപ്പറ്റി സംബന്ധിച്ച് ആകുലതകൾ പൂണ്ടും ഇരിക്കുകയല്ല വേണ്ടത്. പൂർണ്ണമായും ക്രിസ്തുവിൽ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നമ്മൾ അതിന് യോഗ്യമായ ജീവിതം ആര് കണ്ടാലും പ്രശ്നങ്ങളുടെയും ഒക്കെ നടുവിലായിരിക്കുമ്പോഴും അതിൻ്റെ യാതൊരു ലാഞ്ചനയും നമ്മുടെ പ്രവൃത്തികളിലോ വർത്തമാനത്തിലോ ഉണ്ടാകാതെ, അത് മനഃപൂർവ്വമല്ല, അത് നമുക്ക് ഉള്ള ദൈവികമായ വിശ്വാസത്തിൽ നമ്മളിൽ നിന്ന് അറിയാതെ തന്നെ ഉണ്ടാകുന്നതാണ്. പത്തനത്തിൽ അങ്ങനെ മറിയെപ്പോലെ നമുക്ക് മുമ്പോട്ട് പോകാൻ ഇടയാകട്ടെ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്ന നാളെ തുടർന്നും നമുക്ക് പുതിയ വായനാ ഭാഗങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.